നമഃശിവായ. ഗുരു ശിഷ്യ കഥ. തിബറ്റിലെ യോഗീവര്യനായിരുന്നു മിലരേപ്പ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ഒരു സംഭവമാണിത്. അദ്ദേഹം ഗുരുവിനെ തേടി നടക്കുന്ന കാലം. അന്വേഷിച്ചവസാനം മിലരേപ്പ ഗുരുവിനെ കണ്ടെത്തി. തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് അങ്ങയിലുള്ള വിശ്വാസം വർണ്ണനാതീതമാണ്. ഗുരു, എന്നാലും നിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നതിന് ഒരു ഉദാഹരണം പറയൂ. മിലരേപ്പ, ഗുരു, അനന്തമായ ആകാശത്തിന് തുല്യമാണ് എൻ്റെ വിശ്വാസം. ഇത് കേട്ടതിന് ശേഷം ഗുരു തൻ്റെ ശിഷ്യനെ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, മിലരേപ്പ, ഇതാ കുറച്ച് ഇഷ്ടികകൾ. ഇവ ഉപയോഗിച്ച് നീ ഇവിടെ ഒരു തറ പണിയണം. മിലരേപ്പ ഗുരുവിന്റെ ആജ്ഞ വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചു. തറയുടെ പണി പൂർത്തിയായി. അദ്ദേഹം ഗുരുവിനെ വിളിച്ച് തറ കാണിച്ചു കൊടുത്തു. തറയുടെ പണി നിരീക്ഷിച്ച ശേഷം ഗുരു, ഞാൻ തറ പണിയാൻ പറഞ്ഞത് ഇവിടെ ആയിരുന്നില്ലല്ലോ, ആ കോണിലായിരുന്നില്ലേ? താൻ പണിത സ്ഥലം ചൂണ്ടിക്കാണിച്ചും കൊണ്ട് ഗുരു പറഞ്ഞത് മിലരേപ്പ നന്നായി ഓർക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ ഗുരുവിലുള്ള വിശ്വാസത്തിന് ഒരിക്കലും ഇളക്കം തട്ടരുത്. എനിക്ക് തെറ്റ് പറ്റിയിരിക്കാം, ഗുരുവിനൊരിക്കലും തെറ്റുപറ്റില്ല. അദ്ദേഹം ഇഷ്ടികകൾ മുഴുവൻ ഇളക്കിയെടുത്ത് ഗുരു പറഞ്ഞ സ്ഥാനത്ത് രണ്ടാമതും തറ പണിതു. എന്നാൽ ഇത്തവണയും ഗുരു പറഞ്ഞതു തന്നെ ആവർത്തിച്ചു. നിനക്കൊരു ശ്രദ്ധയുമില്ലല്ലോ, ഞാൻ ഇവിടെയല്ലല്ലോ തറ പണിയാൻ പറഞ്ഞത്. ഇപ്രാവശ്യം മിലരേപ്പയ്ക്ക് കോപമടക്കാനായില്ല. എന്നാലും അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു. ഒരിക്കലും ഗുരുവിനെ സംശയിക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മൂന്നാമതും ഗുരു കാണിച്ചു കൊടുത്ത സ്ഥാനത്ത് തറ പണിതു. ഇങ്ങനെ അനേകം പ്രാവശ്യം തറയുണ്ടാക്കി. എന്നിട്ടും ഗുരു സംതൃപ്തനായില്ല. അവസാനം മിലരേപ്പയുടെ ക്ഷമ കെട്ടു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടി. ഗുരുവിനെ ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും പോകാൻ തീരുമാനിച്ചു. മിലരേപ്പയുടെ ഈ മാനസികാവസ്ഥ ഗുരുപത്നിക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, മിലരേപ്പ, അദ്ദേഹം നിന്നെ പരീക്ഷിക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് നിനക്ക് ഗുരുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടെന്ന്? എന്നിട്ടിപ്പോൾ നിന്റെ ആ വിശ്വാസമൊക്കെ എവിടെ പോയി? മിലരേപ്പയ്ക്ക് തന്റെ തെറ്റു മനസ്സിലായി. ഗുരുപത്നിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കൂടുതൽ ദൃഢപ്പെടുത്തി. അദ്ദേഹം വീണ്ടും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം തറ പണിതു. തറയുടെ പണി നിരീക്ഷിക്കാനെത്തിയ ഗുരു തന്റെ വത്സല ശിഷ്യനെ മാറോണണച്ചും കൊണ്ട് പറഞ്ഞു, മിലരേപ്പ, നീയാണെന്റെ യഥാർത്ഥ ശിഷ്യൻ. ആ പരമമായ ജ്ഞാനം നിനക്ക് പകർന്നു തരാൻ ഞാൻ തയ്യാറാണ്. മിലരേപ്പ ഗുരുവിന്റെ ചരണങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഗുരു താൻ സാക്ഷാത്കരിച്ച ആ പരമമായ സത്യം മിലരേപ്പയ്ക്ക് പകർന്നുകൊടുത്തു. ബ്രഹ്മജ്ഞാനത്തിന്റെ ആനന്ദം അനുഭവിച്ച മിലരേപ്പ അങ്ങനെ യോഗി രാജനായി തീർന്നു. ഹരി ഓം.